Praise the Lord. Hallelujah. Greetings to all brothers and sisters in the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. Praise the Lord. So God will change your life. If you are in the Word, God will change your life. നിങ്ങൾ വചനത്തിനുള്ളിലാണ് ജീവിക്കുന്നതെങ്കിൽ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. If you are not in the Word, you will be the same person. നിങ്ങളുടെ ജീവിതത്തിൽ വചനം ഇല്ലെങ്കിൽ നിങ്ങൾ പഴയ മനുഷ്യനെ പോലെ തന്നെ ഇരിക്കും. You will not get deliverance. നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകത്തില്ല. If you want deliverance, you have to know the Word. Every day there is a word for you. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു വചനം ഉണ്ടായിരിക്കണം. You meditate that word day and night and you will get deliverance. ആ വചനം നിങ്ങൾ രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും. Christian life is a blessed life. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാല് സൗഭാഗ്യ ജീവിതം. From my experience, I'm saying, എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. Before I was wandering, ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരികയായിരുന്നു മുമ്പ്. After baptism, I got an idea about my life. എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ കിട്ടി. Many people, even the believers, does not know the plan of God in their life. ദൈവത്തിന്റെ പ്ലാൻ അവരുടെ ജീവിതത്തിൽ എന്തെന്ന് അവർക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. That's why they are wandering. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. They may be doing everything, but their mind is not stable. അതായത് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അവർ അടുക്കും ചിട്ടയിലേക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ മനസ്സ് ഇങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. Why it is? Because there is no word. വചനമില്ല. If you have word, God will bless you. Every word in the Bible is, you have to possess it. ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ വചനവും നിങ്ങൾ സ്വന്തമാക്കണം. So that word should work in you. ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. You must know the will of God. ദൈവഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചറിയണം. If you do not know the will of God, you will not see the breakthrough. നിങ്ങൾ വിടുതൽ കാണത്തില്ല. If you are a repentant person, everyone acquainted with you will come to know. നിങ്ങൾ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ തിരിച്ചറിയും. They will hate you. അവർ നിങ്ങളെ വെറുക്കും. എത്ര പേര് പറയും? If they are not hating you, you are not repentant. അവര് നിങ്ങളെ വെറുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല. A repentant person is not living like the worldly people. ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തിയല്ല മാനസാന്തരപ്പെട്ട വ്യക്തി. If you tell who your friend is, I will tell you whether you are repentant or not. നിങ്ങളുടെ സുഹൃത്ത് ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ മാനസാന്തരപ്പെട്ട വ്യക്തിയാണോ അല്ലയോ. That doesn't mean that you have to hate. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വെറുക്കണമെന്നല്ല പറഞ്ഞത്. You will keep away from the people who are not repentant. മാനസാന്തരപ്പെടാത്ത വ്യക്തികളിൽ നിന്ന് നിങ്ങൾ അകലം പാലിച്ചുകൊണ്ടേയിരിക്കും. In the December 14th, 15th meeting, in the flyer I have put under the heading Deliverance Clinic, a prophecy for everyone. എല്ലാവർക്കും ദൂതന്നു. Praise the Lord. I will be giving word for 10 minutes, but I will be giving word for everyone. December 14 and 15. So, what I am saying is, God is going to open your eyes. നിങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നു ദൈവം.
People may not be obeying you at home. വീട്ടിലുള്ളവർ ചിലപ്പോൾ അനുസരിക്കുന്നില്ലായിരിക്കും. ആണോ? ആണോ? Is it correct? What you say, people are not obeying. Don't not be upset. ശരിയോ തെറ്റാ? ശരിയാണല്ലേ? എന്നോട് പറഞ്ഞിട്ടില്ല. So you tell the people at home, if they want the blessing, they have to obey the father. അച്ഛനെ, അതായത് വീട്ടിലെ ഗൃഹനാഥനെ അനുസരിച്ചെങ്കിൽ അവർക്ക് അനുഗ്രഹം കിട്ടുള്ളൂ എന്ന് പറയണം. Why they are not obeying you? Because they have no word. അവർക്ക് വേർഡ് ഇല്ലാത്തത് കൊണ്ടാണ്. പിടികിട്ടിയെന്ന് അറിയത്തില്ല. ഞാൻ ഇതിങ്ങനെ പറഞ്ഞോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഇങ്ങനെ എഴുതുമ്പോ പെട്ടെന്ന് ദൈവാത്മാവ് തന്നോണ്ടാണ് പറഞ്ഞത് കേട്ടാ. വീട്ടിലുള്ളവരൊന്നും അനുസരിക്കുന്നില്ല. അപ്പോ അവർക്ക് അനുഗ്രഹം കിട്ടണം. ഇഫ് ദേ വാണ്ട് ടു ബി ബ്ലെസ്ഡ്, they have to obey you. Why they are not obeying? Because they have no word. ഞാൻ മൊത്തത്തിൽ പറയുകയാണ്. അപ്പോ God will establish you. ദൈവം നിങ്ങളെ നല്ലൊരു സിംഗറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. Moreover, you will teach. Preaching ഉണ്ട്. You will preach the word also. Along with singing, you will preach the word. And finance will be giving to you. ദൈവം നിങ്ങൾക്ക് സാമ്പത്തികം ഒത്തിരി വിഷയമായിട്ടിരിക്കണം അല്ലേ? When you have the word, God will give you abundantly. നിങ്ങളുടെ ഉള്ളിൽ വചനം വന്നു കഴിയുമ്പോൾ എന്താണ്? ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തരും. പ്രോപ്പർട്ടി ഈസ് കമ്മിങ് ഇൻ യുവർ നെയിം. നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കയ്യിൽ വരികയാണ്. യു ഹാവ് എ ഡിസീസ് ഇൻ യുവർ സ്കിൻ. സ്കിന്നിൽ ഒരു പ്രോബ്ലം ഉണ്ടോ? നോ പ്രോബ്ലം. സോ ഗോഡ് വിൽ എസ്റ്റാബ്ലിഷ് യു. യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എല്ലാവരും മാറ്റം ചെയ്യാൻ പോവുകയാണ്. So what I am sharing with you is, people should have the word. If you have the word, you will be correct in your life. Some people will borrow money and will not give. തിരിച്ചു കൊടുക്കത്തില്ല. എന്താ കൊടുക്കാത്തത്? കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കത്തില്ല. എന്താ? അവർക്ക് വചനമില്ല. If you have the word, you will be correct in your life. നിങ്ങൾക്ക് വചനമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കറക്റ്റ് ആയിരിക്കും. What you have to be important in your life is, you should be right before God. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ നേരുള്ളവരായിരിക്കും. So today I am going to share a word with you. It is from the book of 2 Timothy. Praise the Lord. Praise the Lord. 2 Timothy chapter 3 verse 10. But you have carefully followed my doctrine, manner of life, purpose, faith, long-suffering, love, perseverance, persecutions, afflictions, which happened to me at Antioch. അപ്പൊ ഇവിടെ എന്താ പൗലോസ് എന്താ പറയുന്നത്? ഒന്ന് വായിച്ചേ, മലയാളത്തിൽ വായിച്ചേ. This epistle is written by Paul the Apostle, and Paul is not speaking about Christ. യേശുവിനെ പറ്റിയല്ല